CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 500-ൽ 499 മാർക്ക് വാങ്ങുക എന്നുള്ളത് ഭയങ്കര ഒരു സ്വപ്ന നേട്ടമാണ് അല്ലേ. എന്നാൽ അത്തരത്തിലുള്ള ഒരു മികച്ച നേട്ടം കൈവരിച്ച ഒരു കൊച്ചുമിടുക്കിയല്ല 10th-ലാണ് ആള്. അങ്ങനെ ഒരു മിടുക്കി നമ്മുടെ കൂടെ ഉണ്ട്. ആള് PV മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ഫാത്തിമ ദിൽഷ എന്നാണ് പേര്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടാവില്ലേ ഒരു മാർക്ക് എവിടെ പോയിന്ന്. 500-ൽ 499 മാർക്കാണ്, 99.8% മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നുണ്ടാവുക ഒരു മാർക്ക് എവിടെയാണ് പോയത്. ശരിക്കും ഒരു മാർക്ക് എവിടെയാണ് പോയത്? ഒരു മാർക്ക് ഇംഗ്ലീഷിലാണ് പോയത്. ശരിക്കും ഇത് ഭയങ്കര വലിയൊരു നേട്ടമാണ്. അപ്പോൾ ഒരു മാർക്ക് പോയല്ലോ എന്ന് ഓർത്തിട്ട് എപ്പോഴെങ്കിലും സങ്കടം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും മാർക്ക് കിട്ടിയല്ലോ എന്നുള്ളതിൻ്റെ ആണോ? എങ്ങനെയാ? ഒരു മാർക്ക് ചിന്തിച്ചിട്ട് പോലുമില്ല, അതിനെക്കുറിച്ച് ഒരു വിഷമമില്ല. അത് 499 മാർക്ക് ഉണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. അതെ, അത് തന്നെയാണ് ഭയങ്കര വലിയ കാര്യമാണ്, ഭയങ്കര വലിയ നേട്ടമാണ് അത് കിട്ടിയിട്ടുള്ളത്. അപ്പം വിചാരിച്ചിരുന്നു എക്സാം എഴുതുമ്പോൾ അങ്ങനെ ഒരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നോ, എനിക്ക് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നോ? എക്സാംസ് ഒക്കെ നല്ല സിമ്പിളായിരുന്നു, പക്ഷേ ഇത്ര മാർക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പം ഇത്ര മാർക്ക് കിട്ടി. അപ്പം എങ്ങനെയായിരുന്നു ഒരു ഫീലിംഗ്? എങ്ങനെയായിരുന്നു? എല്ലാവരും ഭയങ്കര അഭിനന്ദന പ്രവാഹം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഈ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ച് ഫ്രണ്ട്സും ഒക്കെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. മുഴുവൻ മാർക്കിലും തൊട്ടു നിൽക്കാൻ ഫാത്തിമ ദിൽഷയ്ക്ക് ഇനി ഒരു മാർക്ക് കൂടി മതി. നിലമ്പൂർ PV മോഡൽ സ്കൂൾ വിദ്യാർത്ഥിനിയായ ഫാത്തിമ ദിൽഷ ദേശീയ തലത്തിൽ 99.8% മാർക്ക് നേടിയാണ് നാടിനൊന്നാകെ അഭിമാനമായി മാറിയത്. ദിൽഷയുടെ ഒരു പഠന രീതി എങ്ങനെയാണ്? പലരും ഇപ്പോൾ ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി പഠിക്കുന്നവരുണ്ടാകും. എങ്ങനെയാ ഒരു പഠിക്കുന്ന രീതി എങ്ങനെയാണ്? ടൈം ടേബിൾ അങ്ങനെയൊന്നുമില്ല. കാര്യമായിട്ട് ടൈം ടേബിൾ ഇട്ടാലും പ്രത്യേകിച്ചൊന്നും നടക്കലില്ല. എന്നാലും ലാസ്റ്റ് ഒരു 2-3 മാസം നല്ലോണം ഒരു 10-12 മണിക്കൂറൊക്കെ പഠിക്കും. അങ്ങനെയാണുള്ളൂ. നല്ല എഫേർട്ട് എടുത്തിട്ടാണ്. ലാസ്റ്റ് 2-3 മാസമാണ് നല്ലോണം മെനക്കെട്ടത്. ശരിക്കും വീട്ടിൽ ആരാ കൂടുതൽ സപ്പോർട്ട്? വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ പഠിക്ക് പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ പറയും, ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ. നിലമ്പൂർ കരുളായി സ്വദേശിയും ഇന്ത്യയിലും വിദേശത്തും ബിസിനസ് ചെയ്യുന്ന റിയാസ് ബാബുവിന്റെയും സുബൈദയുടെയും മകളാണ് ഫാത്തിമ ദിൽഷ. സഹോദരി ആയിഷ ദിൽന ലാറ്റ്വിയയിൽ ഫേസ്ബുക്കിൽ ജോലി ചെയ്യുകയാണ്. സഹോദരൻ മുഹമ്മദ് അർഷാദ് ഡിഗ്രി വിദ്യാർത്ഥിയാണ്. മറ്റൊരു സഹോദരി ഇഷ മെഹറിൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എല്ലാവരുടെയും സ്കൂൾ വിദ്യാഭ്യാസം PV മോഡൽ സ്കൂളിൽ തന്നെയായിരുന്നു. പഠിക്കുന്ന കാര്യം ഓള് പിന്നെ സാധാരണ ഞാനൊക്കെ പഠിച്ചിരുന്നേ, നമ്മൾ അവസാനം എത്തുമ്പോൾ ആണല്ലോ നോക്കല്. അപ്പോൾ ഓളോട് ഇങ്ങനെ പറയും ഞങ്ങളെല്ലാവരും ആദ്യം തന്നെ ദിവസം ചെയ്തു പോവുകയാണെങ്കിൽ അവസാനം ഈ ലീവ് ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അറിയുള്ളൂടെ. അപ്പോൾ അതോള് ഈ കൊല്ലം നല്ലോണം അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവിടെ പോയില്ലേ മുന്നോ. ഓളെ ഏകദേശം കരുതീനി. ഓളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയും കുഴപ്പമില്ല എന്തായാലും കുട്ടിക്കാരെന്നൊക്കെ ഇങ്ങനെ പറയുള്ളൂ. പക്ഷെ ഇങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്, ആദ്യം മുതലേ നല്ല സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നോക്കുക. അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റി. ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും നല്ല എക്സാമൊക്കെ ഈസിയാണെന്നോള് പറഞ്ഞിരുന്നു. പിന്നെ നല്ല സന്തോഷമുണ്ട്. ഏവരും മോഹിക്കുന്ന സ്വപ്നതുല്യമായ ഈ മാർക്ക് എത്തിപ്പിടിക്കാൻ എപ്പോഴും പ്രചോദനമായ മാതാപിതാക്കൾക്കും എല്ലാ പഠന പിന്തുണയുമായി കൂടെ നിന്ന അധ്യാപകർക്കും ഈ വിജയം സമർപ്പിക്കുന്നതായി ഫാത്തിമ ദിൽഷ പറയുന്നു. ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാ രീതിയിലും ഭയങ്കര ഹെൽപ്പാണ്. പഠിക്കാനുള്ള റിസോഴ്സസ് ആയാലും മോട്ടിവേഷൻ ആയാലും ഭയങ്കര എൻകറേജ്മെൻ്റ് ആണ് ടീച്ചേഴ്സും കോർഡിനേറ്റേഴ്സും ഒക്കെ. പഠിത്തം മാത്രമല്ലാതെ വേറെ ഹോബി എന്തൊക്കെയാ? പഠിത്തം മാത്രമല്ലാതെ കരാട്ടെ ഉണ്ട്, പിന്നെ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഇത്രയും മാർക്ക് കിട്ടിയതുകൊണ്ട് എന്താണ്? ഞാൻ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. സയൻസ് എടുത്തിട്ട് PVസിൽ തന്നെ 11th 12th കണ്ടിന്യൂ ചെയ്യാൻ വിചാരിച്ചു. എന്നാലും ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ, നമ്മൾ ഭാവിയിൽ ഇന്ന ആളാവണം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ പൈലറ്റ് ആവാനാണ് ഇഷ്ടം. അത് തീരുമാനിച്ചിട്ടില്ല. ഇഷ്ടം ഉണ്ടെങ്കിലും അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 11th 12th കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ വിചാരിക്കും. പരീക്ഷയ്ക്ക് 1 മാസം മുൻപ് സ്കൂളിൽ സംഘടിപ്പിച്ച പരീക്ഷ മുൻനിർത്തിയുള്ള പരിശീലന പരിപാടികൾ മികച്ച മാർക്ക് നേടുന്നതിന് നിർണായകവുമായി മാറിയെന്ന് മറ്റു വിദ്യാർത്ഥികളെ പോലെ തന്നെ ഫാത്തിമ ദിൽഷയും സാക്ഷ്യപ്പെടുത്തുന്നു. സ്കൂളിലും 100% വിജയം ലഭിച്ചിട്ടുണ്ട് അല്ലേ ഈ വർഷം? ഈ വർഷം 100% ആണ് സ്കൂളിൽ. ടീച്ചേഴ്സ് എല്ലാവരും വിളിച്ചാണ്ട് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ തന്നെ ടീച്ചേഴ്സും അതേപോലെ സ്കൂളിലെ മാനേജറും പ്രിൻസിപ്പളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണെന്ന് പറഞ്ഞു. PVസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മാർക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എല്ലാം ആഗ്രഹിച്ച പോലെ തന്നെ നടക്കട്ടെ. ഒക്കെ നമ്മളിനി 11th 12th നല്ല മാർക്ക് വാങ്ങണം അല്ലേ? ഇൻഷാ അല്ലാഹ്.